जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय प्रभुपाद जय प्रभुपाद जय प्रभुपाद. ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി ഒരുപാട് മുതിർന്ന ഭക്തന്മാരുടെ സാക്ഷാത്കാരങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലെ ഒരു ഡിവോട്ടിയാണ് ശ്രുതകീർത്തി പ്രഭു. ശ്രുതകീർത്തി പ്രഭു ഏകദേശം 1.5 വർഷത്തോളം ശ്രീല പ്രഭുപാദിന്റെ പേഴ്സണൽ സെർവന്റ് ആയിരുന്നു. എപ്പോഴും ഊണിലും ഉറക്കത്തിലും ഒക്കെ പ്രഭുപാദിന്റെ കൂടെ നടന്ന ഡിവോട്ടിയാണ്. അപ്പൊ ആ ഡിവോട്ടി പറഞ്ഞ ഒരു പോയിന്റാണ്, അപ്പം പ്രഭുപാദിനെ അത്രയും നാൾ അദ്ദേഹം വാച്ച് ചെയ്തതിൽ അദ്ദേഹം മനസ്സിലാക്കിയൊരു കാര്യമാണ് അദ്ദേഹം ഷെയർ ചെയ്യുന്നത്. ശ്രീല പ്രഭുപാദ് ബുക്സിൽ വളരെ കൃത്യമായിട്ട് 16 മാല ജപവും യമനിയമങ്ങളുടെ പാലനവും ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പ്രഭുപാദ് പറയുമെങ്കിലും ശിഷ്യന്മാര് ചിലപ്പം ബുദ്ധിമുട്ട് ആയിട്ട് വരുമ്പം ചില സാഹചര്യങ്ങളിൽ നാമം ജപിക്കാൻ പറ്റാതെ വരികയോ അങ്ങനെയൊക്കെ വരുമ്പം വളരെ കാരുണ്യത്തോടു കൂടിയാണ് അതിനെ ഇടപഴകുന്നതെന്ന് പറയാറുണ്ട്. അപ്പം 16 ഇപ്പം നമ്മളാരെങ്കിലും പോയി ആ ഡിവോട്ടി 16 മാല ജപിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ പ്രഭുപാദ് ഇമ്മീഡിയറ്റ്ലി പറയുന്ന ചിലപ്പോൾ അദ്ദേഹത്തിന് സമയക്കുറവ് കാണും, ഒരുപാട് ഡ്യൂട്ടീസ് കാണും, അതുകൊണ്ടായിരിക്കും ചെയ്യാൻ പറ്റാത്തത് എന്ന് പറയും. അദ്ദേഹത്തിനെ വിളിച്ചിട്ട് നീ എങ്ങനെയും 16 മാല ജപിക്കുക, ബാക്കി നമുക്ക് ഡ്യൂട്ടീസൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, വേറെ എന്തെങ്കിലും അറേഞ്ച്മെന്റ്സ് ചെയ്യാം, ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷെ അതേ ശ്രീല പ്രഭുപാദ് തന്നെ ആരെങ്കിലും ഈ കൃഷ്ണ തത്വത്തിന് വിരുദ്ധമായിട്ട്, അതായത് ഈ ഫിലോസഫിക്ക് വിരുദ്ധമായിട്ട് പറയുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടാണ് എടുക്കുന്നത്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അതിന് വിരുദ്ധമായിട്ട് പറയുകയാണെങ്കിൽ ആ പ്രസ്ഥാനത്തിൽ നിന്ന് അദ്ദേഹം പുറത്താവും. അപ്പം ഈ 2 രീതിയിലാണ് ശ്രീല പ്രഭുപാദ് തന്റെ ശിഷ്യന്മാരുടെ ബുദ്ധിമുട്ടുകളെ നേരിടുന്നതെന്ന് ശ്രുതകീർത്തി പ്രഭു പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഒരു ആധ്യാത്മികാചാര്യൻ 2 മുഖങ്ങളുണ്ട്. ഒരു ആധ്യാത്മികാചാര്യന് ഒരു ഇടിമിന്നലിനെ പോലെ കഠോരമാണ് ഒരു സ്ഥലത്ത്, അതേസമയം ഒരു പനിനീർ പൂവിനെ പോലെ മൃദുവാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ ശ്രീല പ്രഭുപാദ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള സാധനയ്ക്ക് വരുന്ന ബുദ്ധിമുട്ടുകളെ വളരെ കമ്പാഷനോട്ട് കണ്ടിട്ട് പറയും, ജപിക്കുക, എങ്ങനെയും ജപിക്കുക, അഡ്ജസ്റ്റ് ചെയ്ത് ജപിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കും. പക്ഷെ അതേസമയം തത്വം, ഈ കൃഷ്ണ തത്വം അല്ലെങ്കിൽ ഈ കൃഷ്ണ കോൺഷ്യസ് ഫിലോസഫി തെറ്റാണ് എന്നുള്ള രീതിയിൽ പറയുകയോ അല്ലെങ്കിൽ ശ്രീല പ്രഭുപാദ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഡിവോട്ടീസിന് അഗൻസ്റ്റ് ആയിട്ട് പറയുകയോ ആ രീതിയിലൊക്കെ പറയുമ്പം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലപാടാണ് ശ്രീല പ്രഭുപാദ് സ്വീകരിക്കുന്നതെന്ന് ശ്രുതകീർത്തി പ്രഭു പറയുന്നുണ്ട്. അപ്പം ഒരു ആധ്യാത്മികാചാര്യൻ എങ്ങനെ 2 വിധത്തില് ശിഷ്യന്മാരെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത്, 2 ആറ്റിറ്റ്യൂഡിൽ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് ശ്രുതകീർത്തി പ്രഭു അതിലൂടെ കാണിച്ചു തരുന്നു.